ഇന്ത്യൻ എയർഫോഴ്സിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫിസിക്കൽ ഇല്ലാതെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഒരു വർഷം 2 അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ വിളിക്കും. നമ്മുടെ NDA 1 അതുപോലെ തന്നെ NDA 2 പോലെ തന്നെ CDS 1 CDS 2 പോലെ അഫ്കാറ്റ് 1ഉം 2ഉം ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ് കേട്ടോ. 02/2026 അഫ്കാറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പം വിളിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങുന്നതായിരിക്കും. അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. 20 മെയ് 2026 അപേക്ഷ തുടങ്ങുക. ഏകദേശം 19 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതൊരു ഷോർട്ട് നോട്ടീസാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഓരോരു പോസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അഫ്കാറ്റ് എൻട്രിയിലേക്ക് നമുക്ക് ഫ്ലൈയിങ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും നോൺ ടെക്നിക്കലും പോസ്റ്റ് ഉണ്ട്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയിൽ വരുന്ന 2 ഉണ്ട്. ഒന്ന് ഫ്ലൈയിങ് ബ്രാഞ്ചും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച്, ഇതിൽ 2ലേക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെപ്പൺ സിസ്റ്റം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഓരോ വിഭാഗത്തിനും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസുമാണ് ഇവിടെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഫ്ലൈയിങ്ങിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ 60% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ +2 നിങ്ങൾക്ക് മാത്സ് ഫിസിക്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് സംസാരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ BE BTech പോലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണെങ്കിൽ 4 ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് 60% മാർക്കോട് കൂടി. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയത്താണ്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് വരുന്ന സമയത്താണ് ഉള്ള കാര്യം. 60% മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് വെപ്പൺ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ പോലുള്ള പോസ്റ്റുകളിലാണ്, അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് പോലുള്ള പോസ്റ്റുകളിലാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ അതിലേക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് 60% മാർക്കോട് കൂടി ഒരു ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി എന്നാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 162.5 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റുകളിലേക്ക് 157.5 സെൻറ്റിമീറ്റർ ഉയരമാണ് ചോദിക്കുന്നത്. ഇനി വനിതകളാകുമ്പോൾ 152 സെൻറ്റിമീറ്റർ, വനിതകൾക്ക് 152 മതി കേട്ടോ ആ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് നോട്ടീസാണ്, ഇതിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഏകദേശം 20 to 24 വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാലറി സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 56,100 മുതൽ 1,77,500 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അപേക്ഷ തുടങ്ങുന്നതായിരിക്കും. അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അഫ്കാറ്റിനെ നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ബാക്കി അപ്ഡേറ്റ് അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.